നമ്മുടെ കേരളം 8,000 കോടി മുതൽ 10,000 കോടി രൂപ വരെ ഇതിൻ്റെ ഭാഗമായി നഷ്ടപ്പെടും. കേരളത്തിലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് വരുത്തി വെക്കുന്നുണ്ടല്ലോ. ഒരു ഭാഗത്ത് കേരളത്തിന് അർഹമായത് നൽകുന്നില്ല, നിഷേധിക്കുന്നു. വേറൊരു ഭാഗത്ത് കടമെടുക്കാൻ അതിലും വലിയ തോതിൽ വെട്ടിക്കുറവ് വരുത്തുന്നു. മറ്റൊരു ഭാഗത്ത് കേന്ദ്രവും സംസ്ഥാനവും കൂടി നടപ്പാക്കുന്ന പദ്ധതികൾ, അതിലെ കേന്ദ്രം നൽകേണ്ട തുക കൃത്യമായി നൽകാൻ തയ്യാറാകുന്നില്ല, വലിയ തോതിൽ വെട്ടിക്കുറക്കുന്നു. ഇനിയൊരിനം സംസ്ഥാനങ്ങൾക്ക് വിവിധ പദ്ധതികളുടെ ഭാഗമായി വിവിധ മേഖലകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട തുകയുണ്ട്. തീർത്തും നീതിരഹിതമായി അവ നിഷേധിക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടക്കുകയാണ്. ആ നില തുടരുമ്പോഴാണ് 10,000 കോടി രൂപ വരെ കുറവ് വരത്തക്ക രീതിയിലുള്ള GST പരിഷ്കരണം വരുന്നത്. നമ്മൾ മാത്രമല്ല, 8ഓളം സംസ്ഥാനങ്ങൾ GST കൗൺസിലിൽ ആവശ്യപ്പെട്ടു, ഒന്നിച്ചാവശ്യപ്പെട്ടു, ഇത് തിരുത്തണം, സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ തോതിൽ നഷ്ടപരിഹാരം നൽകണം. ഒരു പ്രതികരണവുമില്ല. നമ്മുടേതുപോലുള്ള ഒരു ഫെഡറൽ രാഷ്ട്രത്തിന് ചേരാത്ത സമീപനമാണിത്. സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ LDF ഗവൺമെൻറ്റാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക കണ്ണോടെ കാണുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള വലിയ തോതിലുള്ള പ്രയാസങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് കാണട്ടെ എന്ന മനോഭാവമാണ്.